പ്രൊഡക്ഷൻ്റെ ആ ഒരു വിഭാഗത്തോടൊക്കെ ഈ ഒരു വ്യക്തിക്ക് എന്തോ ശത്രുതയുണ്ട്. അതേപോലെ പണ്ട് ഇതിനു മുമ്പ് ഈ ഒരു പ്രൊഡക്ഷൻ വിഭാഗത്തെ ഏതൊരു വ്യക്തിയായിട്ട് സാജൻ സക്രിയക്കുള്ള ആ ഒരു പക വീട്ടുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ, അതായത് സീക്രട്ട് ഏജൻറ്റ് അങ്ങനെ കുറേ ആളുകൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോൾ നിലവിൽ സാജൻ സക്രിയ പുള്ളിയുടെ 3ാമത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. 2ാമത്തെ വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു, അതിൽ കുറേ സോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ 3ാമത്തെ വീഡിയോയിൽ കൂടുതൽ ഈ ഒരു സംഭവം ജെനുവിൻ ആണെന്ന് ആളുടെ ഭാഗം വാദിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൂടെ കണ്ടു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. എനിക്ക് ഈ പ്രചരണത്തിൽ അല്പമെങ്കിലും വേദന തോന്നിയത് എൻ്റെ സുഹൃത്തു കൂടിയായ ബിഗ് ബോസ് ജേതാവ് അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ്. അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. മമ്മൂക്കായ്ക്ക് ചില രോഗങ്ങളുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും എന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാൻസർ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, രോഗമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, എനിക്ക് നിർമ്മാതാക്കളോട് ശത്രുതയുള്ളത് കൊണ്ട് ഞാൻ എഴുതിയതാണെന്ന്. അല്ല പ്രിയപ്പെട്ട അഖിലെ, മമ്മൂട്ടിക്ക് രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ചതുകൊണ്ട് എഴുതിയതാണ്. രോഗമുള്ളത് കൊണ്ട് തന്നെ മമ്മൂക്കി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നീളും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നീളില്ല എന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ വിശ്വസിക്കുകയാണ്, അവരങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്. അത് അവരുടെ ചുമതലയാണ്. അതിനപ്പുറത്തേക്കല്ല, ഇത് നീളും. മമ്മൂട്ടിക്ക് ചികിത്സയ്ക്കിടയിൽ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. ചികിത്സ കഴിഞ്ഞ് മാത്രമേ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയൂ. ഇത് യാഥാർത്ഥ്യമാണ്. അഖിൽ എന്തുകൊണ്ടാണ് നിർമ്മാതാവിനോട് എനിക്ക് ശത്രുതയുണ്ട് എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സിനിമയുടെ നിർമ്മാതാവ് ആൻഡോ ജോസഫാണ്. ആൻഡോ ജോസഫ് എൻ്റെ സുഹൃത്താണ്. ഈ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്ന് എന്നെ കണ്ട് എന്നെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിപ്പോയ ആളാണ്. എന്തിനാണ് എൻ്റെ അനുഗ്രഹം ആൻഡോയ്ക്കെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ചോദിച്ചു പോയ ആളാണ്. അതുകൊണ്ട് തന്നെ ആൻഡോ എൻ്റെ ശത്രുവല്ല. ശത്രുതയോടുകൂടി ആൻഡോയെയോ അണിയറക്കാരോടോ സമീപിക്കേണ്ട സാഹചര്യവും എനിക്കില്ല. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പിന്നെ ആൻഡോയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അതിൽ ചിലരോടൊക്കെ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് വ്യാജ വാർത്ത എഴുതി ഞാൻ ശീലിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സുഹൃത്തായ ആൻഡോ ജോസഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹം ദീർഘകാലമായി സിനിമാ വ്യവസായത്തിലുണ്ട്. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തെ പിന്തുടരുകയാണ്. കോടികളുടെ ബാധ്യതയുണ്ട്. ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ ബാധ്യതകളെല്ലാം മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ഇനി ഇതിൽ സാജൻ സക്രിയ പറയുന്നത് അഖിൽ മാരാറിനെ പറ്റിയാണ്. ആള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റിനെ പറ്റിയാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. അതായത് അഖിൽ മാരാർ പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് സീരിയസ് ആയിട്ടുള്ള എന്തോ അസുഖമാണ്. അപ്പോൾ അതെന്താണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ അഖിലിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ അംഗീകരിച്ചല്ലോ എന്നുള്ള രീതിയിലാണ് സാജൻ സക്രിയ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഖിൽ മാരാർ പറയുന്നുണ്ട്, ആ ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ ടീമുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് എന്തോ ദേഷ്യമുണ്ട്, ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അഖിൽ മാരാർ പറയുന്നത്. കാരണം ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം, അതിൽ മമ്മൂക്കയുടെ അസുഖത്തെക്കാട്ടി കൂടുതൽ ഫസ്റ്റ് വീഡിയോ ആണെങ്കിലും സെക്കൻഡ് വീഡിയോ ആണെങ്കിലും ഈ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ഈ ഒരു വ്യക്തി പറയുന്നത്. പടം മുടങ്ങിപ്പോവും, അല്ലെങ്കിൽ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ആക്ടറാണ്, ഒരു വലിയ സെലിബ്രിറ്റിയാണ്, എന്തൊക്കെയായിരുന്നാൽ പോലും സിനിമയുടെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ മെയിനായിട്ട് ഒരു വ്യക്തിയുടെ അസുഖത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഈ സിനിമയുടെ കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഡൗട്ട് തോന്നി. ഇതിന് സാജൻ സക്രിയ പറയുന്ന മറുപടി, എൻ്റെ ഫ്രണ്ടാണ് മിസ്റ്റർ അഖിൽ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയും അടുത്തറിയാവുന്ന ഒരാൾ, അത് മാത്രമല്ല എടുത്തു പറയുന്നുണ്ട്, ആൻഡോ ജോസഫ് പടം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഓഫീസിൽ വന്നിട്ട് എൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവർ തമ്മിലുള്ളൊരു സൗഹൃദത്തിൻ്റെ കാര്യമാണ് ആ ഒരു വ്യക്തി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പടത്തിനെ ഞാൻ എന്തിന് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. അതുമാത്രമല്ല പിന്നീടൊരു വാക്ക് പറയുന്നുണ്ട്, അതാണ് പോയിന്റ്. അതായത് ആ ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ, വേറെ ഫണ്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് മേ ബി പല രീതിയിലാകാം. ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലായിരിക്കാം മേ ബി ഒരു സാജൻ സക്രിയ എന്നുള്ള വ്യക്തി ഈ ഒരു വീഡിയോയിൽ കൂടുതലും ആ ഒരു സിനിമയെപ്പറ്റിയും ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യങ്ങളും ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. അത് സത്യാവസ്ഥയുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ ഇന്നലെയും ഇന്നുമായി വന്ന 2 പത്രവാർത്തകൾ കാണിക്കാം. ഒന്ന് കേരള കൗമുദിയിലും മറ്റൊന്ന് ദീപികയിലുമാണ്. രണ്ടും ഇവിടുത്തെ അംഗീകൃതമായ 2 പത്രങ്ങളാണ്. ആരും ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല, ആരും ഈ വാർത്തയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. കേരള കൗമുദിയുടെ വാർത്ത എങ്ങനെയാണ്? ചികിത്സയ്ക്കായി മമ്മൂട്ടി വിശ്രമത്തിൽ. ചെന്നൈ. അഭിനയത്തിൽ നിന്ന് താൽക്കാലിക വിശ്രമമെടുത്ത മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നു മുതൽ ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷൻ വിധേയനാകും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ
പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞു. അതായത് കേരള കൗമുദി ആ വാർത്ത സ്ഥിരീകരിക്കുന്നു. വൻകുടലിന് അർബുദമാണ്. ഞാൻ ക്യാൻസർ എന്ന് പറഞ്ഞു, ഇവർ അർബുദം എന്ന് പറഞ്ഞു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. പ്രാഥമിക ഘട്ടത്തിലാണ്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു. 1ാം സ്റ്റേജിനേക്കാൾ താഴെയാണ്. ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ്, സൂചന മാത്രമാണ്. ആശങ്കപ്പെടാനേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതേ കാര്യം തന്നെ കേരള കൗമുദിയിൽ പച്ചയ്ക്ക് മമ്മൂട്ടിയുടെ ചിത്രം വെച്ചെഴുതിയിരിക്കുന്നു. ആരും എന്തേ കേരള കൗമുദി തെരുവിളിക്കാത്തത്? ആരും എന്തേ കേരള കൗമുദി വ്യാജ വാർത്ത ഫാക്ടറിയാണെന്ന് പറയാത്തത്? ഇത് തന്നെയാണ് വേറൊരു ഭാഷയിൽ ദീപിക എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പി ചികിത്സ ചെന്നൈയിൽ എന്നാണ് ദീപികയുടെ വാർത്ത. കൊച്ചി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിൽ. ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകും. 5 ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത്. അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ഇത് ഇന്നലെ ദീപിക ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫാണ്. പിന്നെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആധുനിക റേഡിയേഷനാണ്. ക്യാൻസർ ബാധിത സെല്ലുകളെ കരിയിച്ചു കളയാനുള്ള കൂടുതൽ മികവാർന്ന സാങ്കേതിക വിദ്യയാണ് പ്രോട്ടോൺ തെറാപ്പി. റേഡിയേഷനാണ്. റേഡിയേഷന്റെ ഏറ്റവും പുതിയ വേഷനാണെന്ന് മാത്രം. ഇത് തന്നെയാണ് മറുനാടൻ പറഞ്ഞത്. മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കമാണ്, അപകടകരമായ അവസ്ഥയല്ല, നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, റേഡിയേഷനിലൂടെ അത് സുഖപ്പെടുത്തും, അതുകൊണ്ട് ഷൂട്ടിങ്ങിന് തടസ്സപ്പെടുത്തി. ഇത് മാത്രമേ മറുനാടൻ പറഞ്ഞുള്ളൂ. ഇതാണ് വ്യാജ വാർത്ത എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. കഷ്ടമല്ലേ? മറുനാടൻ പറയുമ്പോൾ അത് വ്യാജം, മറ്റാരെങ്കിലും പറയുമ്പോൾ മൗനം. അതെങ്ങനെ ശരിയാവുന്നത്? ഈ നാട്ടിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും മറുനാടനാണ് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത്. അത് ഇനിയും പറയും. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പലർക്കും അവിശ്വാസം തോന്നും, അവർ കുറ്റം പറയും. പക്ഷെ അവരൊക്കെ പിന്നീട് അവരാണ് ഈ വാർത്ത കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു പോകും. എത്രയോ സംഭവങ്ങൾ ഞാൻ അതിലേക്ക് വീഡിയോയിൽ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരള കൗമുദി അതുപോലെ ദീപിക എന്നുള്ള ഒരു മെയിൻ സ്ട്രീം പേജുകളിൽ രണ്ടിലും പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് ഇതുപോലെ കുടലിൽ ക്യാൻസറാണ്, പ്രോട്ടോൺ തെറാപ്പിയാണ്. പ്രോട്ടോൺ തെറാപ്പി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ക്യാൻസർ ബാധിച്ച ആൾക്കാർക്ക് നൂതനപരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്, പെട്ടെന്ന് മാറാൻ വേണ്ടിയുള്ളൊരു തെറാപ്പിയാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ് മമ്മൂക്ക. ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ചെന്നൈയിലുള്ള എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി പറഞ്ഞു 2-3 പേജുകളിൽ മെയിൻ പേജുകളിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മെയിൻ സ്ട്രീമുകളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി കാണും. ഓക്കെ, അപ്പോൾ എനിക്കൊരു സംഭവം കേട്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. മമ്മൂക്ക എന്തായാലും വലിയൊരു സെലിബ്രിറ്റിയാണ്, ഒരു അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അത്രയും വലിയൊരു വ്യക്തിക്ക് ഇങ്ങനൊരു അസുഖം വരുമ്പോഴത്തേക്കും അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതൊരിക്കലും അവരുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിനിമാ മേഖലയിൽ നിന്നും ഒരിക്കലും പുറത്ത് പറയത്തില്ല. കാരണം അത് സിനിമയെ ബാധിക്കുന്നൊരു സംഭവമാണ്. സക്രിയ എന്നുള്ള വ്യക്തി പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സോഴ്സിൻ്റെ ഇതിലാണ് പുള്ളി വീഡിയോ ചെയ്തത്. ഓക്കെ, ഓപ്പോസിറ്റ് ആൾക്കാരാണെങ്കിലും ഈ ഒരു വ്യക്തി ശരിക്കുള്ള സോഴ്സ് കണ്ടെത്തിയിട്ടല്ല വീഡിയോ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് വിമർശനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന വേറെ കുറേ ടീംസ് ഉണ്ട്. ഇവർ വലിയ പ്രോബ്ലം ഇല്ല. ഈ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്ക് കുറേ വീഡിയോയുടെ താഴെയായിട്ട് ഫാൻസ് എന്നുള്ള രീതിയിൽ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടു. അതായത് ഇപ്പം മോഹൻലാൽ ഫാനാണ്, ആ ഒരു രീതിയിൽ വന്നിട്ട് പുള്ളിയെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു. അതായത് ഇത്രയും വയസ്സായില്ലേ, ഇനിയൊക്കെ എന്തിനാ അതായത് ഇത്രയും വയസ്സായില്ല, ഇനി എന്തിനാണ് ഈ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത്, ഇത്രയും പടമൊക്കെ ചെയ്തില്ല, എന്തിനാണ് ഇത്ര ആർത്തി, അസുഖം വന്നാൽ എല്ലാവരും മരിക്കും, സോ പെട്ടെന്ന് തന്നെ മരിച്ചു പോട്ടെ എന്നുള്ള രീതിയിലുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. അതെനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ശരിക്കുള്ളൊരു മോഹൻലാൽ ആരാധകനാണ് അല്ലെങ്കിൽ ഒരു വേറെ ഒരു ഫാനാണെന്ന് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് വന്നിട്ട് തമ്മിൽ അടുപ്പിക്കാനായിട്ട് കാണിക്കുന്ന കുറേ ടീമുകളുണ്ട്. കുറേ റിലീജിയനും ജാതിയൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിക്കാൻ നടക്കുന്ന കുറേ ടീമുകളാണ് ഇങ്ങനെയുള്ള വന്ന് കമൻറ്റ് ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ രണ്ട് വ്യക്തികളോടും മലയാളികൾക്ക് ഒരു ഹെയ്റ്റും ഇല്ല. ഇവരുടെ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു കഴിവ്, ടാലൻറ്റ്, 2 പേർക്കും 2 ടാലൻ്റാണ്. അപ്പോൾ ആ ഒരു ടാലൻറ്റിൻ്റെ അളവ് നമ്മൾ നോക്കിയിട്ടാണ് 2 പേരെയും വിലയിരുത്തുന്നത്. അതേപോലെ അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പം മമ്മൂക്കയ്ക്കാണ് കൂടുതൽ ഗ്ലാമർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ഏജ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുകൊണ്ടാണ് ആ ഒരു വ്യക്തി അങ്ങനെ ഇരിക്കുന്നത്. അതേപോലെ ലാലേട്ടൻ്റെ കാര്യം പറയുന്ന ആൾക്കാരുണ്ട്. ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. അങ്ങനെ ലാലേട്ടനുള്ള കഴിവുകൾ നമ്മൾ എടുത്തു പറയാറുണ്ട്. അപ്പോൾ അത് ഓക്കെ, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ടോക്കാണ്. പക്ഷേ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളൊരു വ്യക്തിയെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിച്ചു പോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അല്ലാതെ ഈ ഒരു ന്യൂസിൽ എനിക്ക് വലിയ പ്രോബ്ലമായിട്ട് തോന്നുന്നില്ല. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന 73 വയസ്സിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, ഇത്ര ഏജ് ഉള്ള ഒരാളാണ്. അപ്പം ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും അതിപ്പം സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും ഒരു അസുഖം വരിക അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യനാകുമ്പോഴത്തേക്കും അസുഖം വരും, അല്ലെങ്കിൽ മനുഷ്യനാകുമ്പോഴത്തേക്കും ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഫാക്റ്റാണ്.
നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റിക്ക് ആണെങ്കിലും നോർമൽ മനുഷ്യനാണെങ്കിലും ജനനവും മരണവും എല്ലാം ഒരുപോലെയാണ്. അതിന് പല ആൾക്കാർ പല ടൈമിൽ മരിക്കുന്നു, അല്ലെ പല ആൾക്കാർ പല ടൈമിൽ ജനിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാക്സിമം ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആരും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ പുള്ളി പറഞ്ഞതിൽ കുറച്ച് ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണെന്നുള്ള അറിയത്തില്ല. എന്നിരുന്നാലും ആ ഒരു വ്യക്തി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും, മമ്മൂക്കിക്ക് ഇപ്പം അസുഖമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഹേഷ് നാരായണൻ്റെ പടത്തിൽ ലൊക്കേഷനിൽ പോയപ്പോൾ ചെറിയ ശ്വാസതടസ്സമോ അങ്ങനെ എന്തോ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ വിട്ടേക്ക്. അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്യൂർ ആകട്ടെ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രോത്ത് പോലെ ആ ഒരു കുടലിൽ ക്യാൻസറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് ചികിത്സിക്കുമ്പോൾ എന്തായാലും മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആളിപ്പോൾ ചികിത്സയ്ക്ക് പോയതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ ഒരു ന്യൂസ് പ്രകാരം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടട്ടെ, തിരിച്ച് സിനിമയിലേക്ക് ആക്റ്റീവ് ആകട്ടെ. ഇപ്പോൾ 73 വയസ്സായാലും എന്താണെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്ക് നമുക്ക് പകരം വെക്കാനായിട്ട് വേറെ ആരും വരത്തില്ല. ഇപ്പോൾ മോഹൻലാലിന് പകരം വെക്കാൻ വേറെ ആളില്ല, മോഹൻലാൽ തന്നെ. അതുപോലെ മമ്മൂട്ടിക്ക് പകരം വേറെ ആരുമില്ല. അതേപോലെ ഓരോ വ്യക്തിയും നമ്മൾക്ക് വിലപ്പെട്ട ആൾക്കാർ തന്നെയാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക്. ഞാൻ പറയുന്നത് ഫാൻസുകാരാണെങ്കിലും ഒരിക്കലും ഇങ്ങനെയുള്ള രീതിയിലുള്ള മോശമായിട്ടുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. ഇവരെല്ലാം ആണ് മലയാള സിനിമയുടെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയാണെങ്കിൽ, സാജൻ സക്കറിയോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ച ഒരു അശ്രദ്ധ കാരണമാണ് ഇത്രയും വിമർശനങ്ങൾ നിങ്ങൾക്ക് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കുറേ ആൾക്കാർ അതിൽ നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടേക്ക് ഞാൻ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്കൊക്കെ അസുഖം ഉണ്ടെങ്കിലും അസുഖം ഇല്ലെങ്കിലും ഈ ഒരു ഒഫീഷ്യൽ ന്യൂസ് കൺഫേം ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോ എന്തായാലും പറയില്ല, സെലിബ്രിറ്റി അല്ലേ, അപ്പം പെട്ടെന്നത് പുറത്തു വിടില്ല. ഒരു ന്യൂസ് എന്തായാലും അറിയും. അപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു ന്യൂസ് കൊടുത്തതും പുള്ളിയുടെ ആ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ്. ആ ഒരു ന്യൂസ് ചാനൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള ന്യൂസുകളാണ് കൂടുതലും അതിൽ കൊടുക്കാറുള്ളത്. അതുപോലെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ഒരു ചാനൽ കൂടുതലും വരാറുള്ളത്. അപ്പോൾ അതേ സാധനം തന്നെയാണ് പുള്ളി ചെയ്തത്. അത് പുള്ളിയുടെ ആ ജോലിയുടെ ഭാഗം. സത്യത്തിൽ തെറ്റാണ് ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുക, സോഴ്സ് ഒന്നും ഇല്ലാതെ എടുത്തിടുക എന്നൊക്കെ ഉള്ളത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ വേറെ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ അറിയണ്ടേ, ഏതെങ്കിലും രീതിയിൽ അറിയണ്ടേ. ആരെങ്കിലും ഈ വീഡിയോ ചെയ്താലല്ലേ നമുക്ക് അറിയത്തുള്ളൂ, അല്ലേ നമ്മൾ ചുമ്മാ വിട്ടിരുന്നാൽ നമുക്ക് അറിയത്തില്ലോ അവർക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ അറിയത്തില്ലല്ലോ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരല്ലേ അവരും. അപ്പോൾ ഈ ഒരു ന്യൂസ് അറിയേണ്ടത് നമ്മുടെയും കൂടെ ഒരു ബാധ്യതയല്ലേ. അപ്പോൾ ഈ ഒരു ന്യൂസ് അറിയേണ്ട നമ്മുടെയും കൂടെ ഒരു കടമയല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കൂട്ടിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാക്സിമം ഇങ്ങനെയുള്ള സോഴ്സ് ഇല്ലാതെ ന്യൂസ് വിടാതിരിക്കുക. സോ അത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു വീഡിയോ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു അസുഖം വരിക അല്ലെങ്കിൽ മരിച്ചു പോകുന്നൊക്കെ ഉള്ളത് ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തിക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സംഭവത്തെ വലിയൊരു ആഘോഷമാക്കി സോഷ്യൽ മീഡിയയിൽ മാറ്റണമെന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ട് എത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക. അതൊരിക്കലും നല്ലതല്ല ഈ ഒരു സൊസൈറ്റിക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് സംഭവത്തെ പറ്റി പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ കറക്റ്റ്, അതൊരു സാജൻ സക്കറി ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണോ, പുള്ളിയുടെ ആ ഒരു മാധ്യമ പ്രവർത്തന രീതിയൊക്കെ തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ വേറെ എന്തെങ്കിലും കണ്ടൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലോ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യണം. ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.